നമസ്കാരം, ഏവർക്കും ഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ സെറ്റ് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ യൂണിറ്റായ ഗദ്യം എന്ന ഭാഗത്തെ മുൻനിർത്തിയുള്ള ചോദ്യ മാതൃകകൾ പരിചയപ്പെടാം. ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 ക്ലാസ്സുകൾ ഉണ്ടാകും. ഇന്ന് നമ്മൾ നോവൽ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യ മാതൃകകളിലേക്കാണ് കടക്കുന്നത്. ഒപ്പം തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുവാനും ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നിവ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ നമ്മുടെ ചാനലിൽ തന്നെ HSA മലയാളം ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലയാളം മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ക്ലാസ്സുകൾ കൂടി നിങ്ങൾ നോക്കുന്നത് ഉപകാരപ്പെടും. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രസന്റ് മൂൺ എന്ന പേരിൽ ഇന്ദുലേഖയ്ക്ക് വിവർത്തനം തയ്യാറാക്കിയത് ആര്? ചോദ്യം നോക്കാം. ക്രസന്റ് മൂൺ എന്ന പേരിൽ ഇന്ദുലേഖയ്ക്ക് വിവർത്തനം തയ്യാറാക്കിയത് ആര്? അല്ലെ ചോദ്യം. നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. ആർ ലീലാദേവി, അനിത ദേവസ്യ, കളക്ടർ ഡ്യൂമർക്ക്, PK രാജശേഖരൻ. ഇതില് ക്രസന്റ് മൂൺ എന്ന പേരിൽ ഇന്ദുലേഖയ്ക്ക് വിവർത്തനം തയ്യാറാക്കിയത് ആരാണ്? അത് ആർ ലീലാദേവിയാണ്. ആർ ലീലാദേവിയാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ആർ ലീലാദേവിയാണ്. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് നോക്കാം. ഇന്ദുലേഖയ്ക്ക് ആദ്യമായി ഇംഗ്ലീഷ് വിവർത്തനം നടത്തിയിട്ടുള്ളത് ആരാണ്? കളക്ടർ ഡ്യൂമർഗ് ആണ്. കളക്ടർ ഡ്യൂമർഗ് ആണ് ഇന്ദുലേഖയ്ക്ക് ആദ്യമായി ഇംഗ്ലീഷ് വിവർത്തനം തയ്യാറാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ അനിതാ ദേവസിയും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ദുലേഖയ്ക്ക് വിവർത്തനം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത് ഏതായിരുന്നു? ഓപ്ഷൻ എ ആയിരുന്നു അല്ലെ? ഓപ്ഷൻ എ ആയിരുന്നു ശരി ഉത്തരം. ഇനി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു പോകാം. ഇന്ദുലേഖയിലെ വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് 2014 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ PK രാജശേഖരനും വേണുഗോപാലും പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. PK രാജശേഖരനും വേണുഗോപാലും പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ദുലേഖയിലെ വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് 2014 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ PK രാജശേഖരനും വേണുഗോപാലും പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർത്തുവെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെക്കുറിച്ച് ശപിക്കപ്പെട്ട 18-ാം അധ്യായം എന്ന അഭിപ്രായം പങ്കുവച്ചത് ആര്? ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെക്കുറിച്ച് ശപിക്കപ്പെട്ട 18-ാം അധ്യായം എന്ന അഭിപ്രായം പങ്കുവച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. MB പോൾ, PK ബാലകൃഷ്ണൻ, തായാട്ട് ശങ്കരൻ, PK രാജശേഖരൻ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് PK ബാലകൃഷ്ണനാണ്. PK ബാലകൃഷ്ണനാണ് ശരിയായ ഉത്തരം. ശരിയായ ഉത്തരം PK ബാലകൃഷ്ണനാണ് അല്ലെ? അപ്പോൾ ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെ കുറിച്ച് ശപിക്കപ്പെട്ട 18-ാം അധ്യായം എന്ന അഭിപ്രായം പങ്കുവച്ചത് PK ബാലകൃഷ്ണനാണ്. PK ബാലകൃഷ്ണനാണ്. അങ്ങനെയെങ്കിൽ ഇന്ദുലേഖ നോവലിലെ 18-ാം അധ്യായത്തിന്റെ പേര് എന്താണ്? ഇന്ദുലേഖ നോവലിലെ 18-ാം അധ്യായത്തിന്റെ പേര് എന്ന് പറയുന്നത് ഒരു സംഭാഷണം എന്നുള്ളതാണ്. ഒരു സംഭാഷണം എന്നുള്ളതാണ്. മറ്റൊരു അഭിപ്രായം നോക്കാം. MB പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെ കഥാപ്രവാഹത്തെ പ്രതിരോധിക്കുന്ന ശിലാഖണ്ഡമെന്ന് വിശേഷിപ്പിച്ചത് MB പോൾ ആണ്. MB പോൾ എന്താണ് വിശേഷിപ്പിച്ചത്? ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെ കഥാപ്രവാഹത്തെ പ്രതിരോധിക്കുന്ന ശിലാഖണ്ഡമെന്ന് വിശേഷിപ്പിച്ചത് MB പോൾ ആണ്. MB പോൾ ആണ്. നോക്കാം. ഇന്ദുലേഖയിലെ ചിന്നൻ എന്ന കഥാപാത്രം കുമാരനാശാൻ മുതൽ സ്വദേശാഭിമാനി വരെയുള്ള പുതിയ തലമുറയുടെ പ്രതിനിധാനമാണെന്ന് അഭിപ്രായപ്പെട്ടത് പൊഞ്ഞിക്കര റാഫിയാണ്. പൊഞ്ഞിക്കര റാഫിയുടെ അഭിപ്രായം നോക്കാം. ഇന്ദുലേഖയിലെ ചിന്നൻ എന്ന കഥാപാത്രം കുമാരനാശാൻ മുതൽ സ്വദേശാഭിമാനി വരെയുള്ള പുതിയ തലമുറയുടെ പ്രതിനിധാനമാണെന്ന് പൊഞ്ഞിക്കര റാഫി അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റൊരു പോയിന്റ് കൂടി സൂചിപ്പിക്കുന്നു. നവോത്ഥാനപരമായ കാഴ്ചപ്പാടിന്റെ നേരിട്ടുള്ള ചർച്ചയാണ് ഇന്ദുലേഖയിലെ 18-ാം അധ്യായം എന്ന് അഭിപ്രായപ്പെട്ടത് PK ബാലകൃഷ്ണനാണ്. PK ബാലകൃഷ്ണൻ മറ്റൊരു അഭിപ്രായം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെ? നവോത്ഥാനപരമായ കാഴ്ചപ്പാടിന്റെ നേരിട്ടുള്ള ചർച്ചയാണ് ഇന്ദുലേഖയിലെ 18-ാം അധ്യായം എന്ന് PK ബാലകൃഷ്ണൻ അഭിപ്രായപ്പെടുന്നുണ്ട്. നോക്കാം. ഇന്ദുലേഖയ്ക്ക് കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ല. അവൾക്ക് വാർദ്ധക്യവുമില്ല. അവൾക്ക് എന്നും താരുണ്യമാണ്. അവളുടെ 3ാമത്തെ പേര് ശ്രീമതി യുവതി എന്നാണെന്ന് അഭിപ്രായപ്പെട്ടത് സഞ്ജയനാണ്. ഇന്ദുലേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഞ്ജയൻ പറയുന്ന ഒരു അഭിപ്രായം, സഞ്ജയന്റെ ഒരു അഭിപ്രായം നോക്കാം.
ഇന്ദുലേഖയ്ക്ക് കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ല, അവൾക്ക് വാർദ്ധക്യവുമില്ല, അവൾക്ക് എന്നും താരുണ്യമാണ്. അവളുടെ മൂന്നാമത്തെ പേര് യുവതി എന്നാണെന്ന് സഞ്ജയൻ അഭിപ്രായപ്പെടുന്നുണ്ട്. സഞ്ജയൻ അഭിപ്രായപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, മലയാള ജില്ലയിലെ ജർമ്മൻ മിഷൻ വേലയുടെ പ്രാരംഭ കാലത്തെ വർണ്ണിക്കുന്ന ഒരു കഥ എന്ന വിവരണത്തോടെ പുറത്തിറങ്ങിയ ആദ്യകാല നോവൽ. ചോദ്യം നോക്കാം. മലയാള ജില്ലയിലെ ജർമ്മൻ മിഷൻ വേലയുടെ പ്രാരംഭകാലത്തെ വർണ്ണിക്കുന്ന ഒരു കഥ എന്ന വിവരണത്തോടെ പുറത്തിറങ്ങിയ ആദ്യകാല നോവൽ. സരസ്വതി വിജയം, സുകുമാരി, ഘാതകവധം, ഇന്ദുമതി സ്വയംവരം. ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. സുകുമാരിയാണ് ശരിയായ ഉത്തരം. സുകുമാരിയാണ് ശരിയായ ഉത്തരം. നമുക്കറിയാം സുകുമാരി എന്ന് പറയുന്ന നോവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ആര് രചിച്ചതാണ്? ജോസഫ് മൂളിയിലാണ് സുകുമാരി എന്ന നോവൽ രചിച്ചിട്ടുള്ളത്. ബാസൽ മിഷൻ പ്രവർത്തനങ്ങളെ പ്രമേയമാക്കിക്കൊണ്ട് ജോസഫ് മൂളിയിൽ രചിച്ച നോവലാണ് സുകുമാരി. സുകുമാരി എന്ന നോവൽ. ജാതി നിർണയത്തിന്റെ ക്രൂരതകൾ എടുത്തു കാട്ടുന്ന പോത്തേരി കുഞ്ഞമ്പുവിന്റെ നോവലാണ് സരസ്വതി വിജയം. സരസ്വതി വിജയം. ജാതി നിർണയത്തിന്റെ ക്രൂരതകൾ എടുത്തു കാട്ടുന്ന പോത്തേരി കുഞ്ഞമ്പുവിന്റെ നോവലാണ് സരസ്വതി വിജയം. അല്ലെ? കുബേരനും നമ്പൂതിരിയും മരത്തന്റെയും ഒക്കെ കഥ പറയുന്ന ആദ്യകാല മലയാള നോവൽ കൂടിയാണ് സരസ്വതി വിജയം. അല്ലെ? ജാതി നിർണയത്തിന്റെ ക്രൂരതകൾ എടുത്തു കാട്ടുന്ന പോത്തേരി കുഞ്ഞമ്പുവിന്റെ നോവലാണ് സരസ്വതി വിജയം. കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? കുബേരൻ നമ്പൂതിരിയുടെയും മരത്തന്റെയും ഒക്കെ, അല്ലെ? കുബേരൻ നമ്പൂതിരിയുടെയും മരത്തന്റെയും ഒക്കെ കഥ പറയുന്ന ആദ്യകാല മലയാള നോവലാണ് സരസ്വതി വിജയം. സരസ്വതി വിജയം എന്നുള്ളത്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ധർമ്മരാജ ഒരു നായർ മഹാകാവ്യമാണെന്ന് അഭിപ്രായപ്പെട്ടത്. ധർമ്മരാജ ഒരു നായർ മഹാകാവ്യമാണെന്ന് അഭിപ്രായപ്പെട്ടത് എം ബി പോൾ, സ്വദേശാഭിമാനി, കെ ഭാസ്കരൻ, സി പി അച്യുതമേനോൻ. ആരാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇത് എം ബി പോൾ ആണ്. ഓപ്ഷൻ എ എം ബി പോൾ ആണ് ധർമ്മരാജ ഒരു നായർ മഹാകാവ്യമാണെന്ന് അഭിപ്രായപ്പെട്ടത്. ധർമ്മരാജ ഒരു നായർ മഹാകാവ്യമാണെന്ന് അഭിപ്രായപ്പെട്ടത് എം ബി പോൾ ആണ്. എം ബി പോൾ. ഓക്കെ. ധർമ്മരാജയിലെ ഭാഷ മലയാളമോ സംസ്കൃതമോ അല്ലെന്നും ആട്ടക്കഥകളും തുള്ളലും കിളിപ്പാട്ടും മറ്റും വായിച്ച് അവയിലെ ചില പദാർത്ഥങ്ങൾ ചവച്ചു തുപ്പിയിരിക്കുന്ന കാഷ്ടമാണെന്നും ഇതിനെ ആക്ഷേപിച്ചതാരാണ്? സ്വദേശാഭിമാനിയാണ്. സ്വദേശാഭിമാനിയാണ്. എന്താണ് അദ്ദേഹം ചെയ്തത്? ധർമ്മരാജയിലെ ഭാഷ മലയാളമോ സംസ്കൃതമോ അല്ലെന്നും ആട്ടക്കഥകളും തുള്ളലും കിളിപ്പാട്ടും മറ്റും വായിച്ച് അവയിലെ ചില പദാർത്ഥങ്ങൾ ചവച്ചു തുപ്പിയിരിക്കുന്ന കാഷ്ടമാണെന്നും ആക്ഷേപിച്ചത് സ്വദേശാഭിമാനിയാണ്. സ്വദേശാഭിമാനിയാണ്. മറ്റൊരു അഭിപ്രായം നോക്കാം. ധർമ്മരാജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു അഭിപ്രായം നോക്കാം. കെ ഭാസ്കരൻ നായർ പറഞ്ഞൊരു അഭിപ്രായമാണ്. സി വിയുടെ ഭാഷ ഇരുമ്പുകൂടം പോലെ അഭേദകമാണ് എന്ന് കെ ഭാസ്കരൻ നായർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സി വിയുടെ ഭാഷ ഇരുമ്പുകൂടം പോലെ അഭേദകമാണെന്ന് കെ ഭാസ്കരൻ നായർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കുമാരനാശാൻ എന്താണ് സി വിയെ പറ്റി വിശേഷിപ്പിച്ചത് നോക്കാം. വാഗ്ദേവതയുടെ വീരഭടൻ എന്ന് സി വിയെ വിശേഷിപ്പിക്കുകയാണ് കുമാരനാശാൻ ചെയ്തത്. കുമാരനാശാൻ സി വിയെ പറ്റി പറഞ്ഞു നോക്കാം. വാഗ്ദേവതയുടെ വീരഭടൻ, അല്ലെ? വാഗ്ദേവതയുടെ വീരഭടൻ എന്ന് സി വിയെ വിശേഷിപ്പിച്ചത് കുമാരനാശാനാണ്. കുമാരനാശാനാണ്. സി വിയെ ഗദ്യകവി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സി വിയെ ഗദ്യകവി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എം ബി പോൾ ആണ്. എം ബി പോൾ ആണ്. സി വിയെ ഗദ്യകവി എന്ന് വിശേഷിപ്പിച്ചത് എം ബി പോൾ ആണ്. ഓക്കെ, അതുകൂടി ഓർത്തു വെക്കുക. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. പെരുമാക്കന്മാർ ഭരണം നടത്തി വന്ന കാലം പശ്ചാത്തലമാക്കി അപ്പൻ തമ്പുരാൻ രചിച്ച നോവൽ. പെരുമാക്കന്മാർ ഭരണം നടത്തി വന്ന കാലം പശ്ചാത്തലമാക്കി അപ്പൻ തമ്പുരാൻ രചിച്ച നോവൽ. കേരളപുത്രൻ, ഭൂതരായർ, പുണർക്കോട്ട് സ്വരൂപം, ചേരമാൻ പെരുമാൾ. ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഭൂതരായർ. ഭൂതരായറാണ്. അതായത് പെരുമാക്കന്മാർ ഭരണം നടത്തി വന്നിരുന്ന കാലം പശ്ചാത്തലമാക്കി അപ്പൻ തമ്പുരാൻ രചിച്ച, അല്ലെ? അപ്പൻ തമ്പുരാൻ രചിച്ച നോവലാണ് ഭൂതരായർ. ഭൂതരായർ. ഈ നോവലിനെ ഒരു കെട്ട് പഴങ്കഥ എന്ന പേരുകൂടിയുള്ള നോവലാണ് ഭൂതരായർ. ഒരു കെട്ട് പഴങ്കഥ എന്ന പേരുകൂടിയുള്ള ഒരു നോവലാണ് ഭൂതരായർ, അല്ലെ? ഒരു കെട്ട് പഴങ്കഥ എന്ന പേരുകൂടിയുള്ള നോവലാണ്
ഭൂതരായർ എന്നുള്ളത്. ഈ ഭൂതരായർ എന്ന് പറയുന്ന നോവലിനെ സംബന്ധിച്ച് എം.ബി. പോൾ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കഥാസമൂഹത്തെ നോവൽ എന്ന് വിളിക്കണമെങ്കിൽ നോവൽ എന്ന പദത്തെ വല്ലാതെ ക്ലേശിപ്പിക്കേണ്ടി വരും. എം.ബി. പോളിന്റെ ഒരു അഭിപ്രായമാണ്. ഭൂതരായർ എന്ന് പറയുന്ന നോവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം.ബി. പോളിന്റെ ഒരു അഭിപ്രായം നോക്കാം. ഈ കഥാസമൂഹത്തെ നോവൽ എന്ന് വിളിക്കണമെങ്കിൽ നോവൽ എന്ന പദത്തെ വല്ലാതെ ക്ലേശിപ്പിക്കേണ്ടി വരും. എം.ബി. പോൾ അഭിപ്രായപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, ആങ്കർ ഓഫ് ദ സീ ഗോഡസ് എന്ന പേരിൽ ചെമ്മീൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ആങ്കർ ഓഫ് ദ സീ ഗോഡസ് എന്ന പേരിൽ ചെമ്മീൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? അനിത നായർ, പ്രിയ കെ നായർ, വി കെ നാരായണ മേനോൻ, വേലുക്കുട്ടി അരയൻ. ഇതാണ് നമ്മുടെ ഉത്തരം. ആങ്കർ ഓഫ് ദ സീ ഗോഡസ് എന്ന പേരിൽ ചെമ്മീൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? അത് വി കെ നാരായണ മേനോനാണ്. വി കെ നാരായണ മേനോനാണ്. വി കെ നാരായണ മേനോനാണ്. ഓക്കെ, അതോർക്കുക. റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കേശവദേവ് രചിച്ച നോവൽ. റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് അല്ലെ, ഇത്തരത്തിലുള്ള വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള നോവലുകളുണ്ട്. നമ്മുടെ പരീക്ഷകളിൽ അത് ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കേശവദേവ് രചിച്ച നോവൽ ഏതാണ്? ഉലക്ക, കണ്ണാടി, അയൽക്കാർ, ഭ്രാന്താലയം. അല്ലെ, ഏത് നോവലാണ്? റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കേശവദേവ് രചിച്ച നോവൽ കണ്ണാടിയാണ്. കണ്ണാടി എന്നുള്ളതാണ് കേശവദേവിന്റെ അല്ലെ, കണ്ണാടി എന്നുള്ള നോവലാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു നോവലാണ് ഭ്രാന്താലയം. അല്ലെ, ഭ്രാന്താലയം. അതായത് ഭ്രാന്താലയം എങ്ങനെയാണ് അദ്ദേഹം രചിക്കുന്നത്? രാജ്യത്തിന്റെ വിഭജന പശ്ചാത്തലത്തിൽ കേശവദേവ് രചിച്ചിട്ടുള്ള നോവലാണ് ഭ്രാന്താലയം എന്നുള്ളത്. അല്ലെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടും ചോദ്യം പ്രതീക്ഷിക്കാം. രാജ്യത്തിന്റെ വിഭജന പശ്ചാത്തലത്തിൽ കേശവദേവ് രചിച്ച നോവലാണ് ഭ്രാന്താലയം എന്നുള്ളത്. അയൽക്കാർ കേശവദേവിന്റെ തന്നെ മറ്റൊരു നോവലാണ് അയൽക്കാർ. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കേരളീയ ജീവിതം പശ്ചാത്തലമാക്കിക്കൊണ്ട് അല്ലെ, അതിന്റെ നിന്ന് പശ്ചാത്തലമാക്കിയ നോവലാണ് അയൽക്കാർ എന്നുള്ളത്. കേശവദേവന്റെ തന്നെ നോവലാണ്. അടുത്തത് അദ്ദേഹത്തിന്റെ തന്നെ നോവലാണ് ഉലക്ക എന്നുള്ളത്. അതിന്റെ പശ്ചാത്തലം എന്താണ്? നമ്മുടെ മുൻപുള്ള പരീക്ഷകളിലൊക്കെ ചോദിച്ചു കാണാറുണ്ടോ ഈ ഒരു ചോദ്യം? പുന്നപ്ര വയലാർ പശ്ചാത്തലമാക്കിക്കൊണ്ട് കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക എന്നുള്ളത്. പുന്നപ്ര വയലാർ പശ്ചാത്തലമാക്കിക്കൊണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സമര പശ്ചാത്തലങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് വന്നിട്ടുള്ള നോവലുകളാണ് ഇവ. അത്തരത്തിലുള്ള ചോദ്യ സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതില് അയൽക്കാർ എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നുണ്ട്. 1964 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അയൽക്കാർ എന്ന നോവലിന് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1970 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും ഈ ഒരു നോവലിന്, അയൽക്കാർ എന്ന നോവലിന് ലഭിക്കുന്നുണ്ട്. അതുകൂടി ഓർക്കുക. അടുത്തൊരു ചോദ്യം, സിനിമയാക്കപ്പെട്ട തകഴിയുടെ ആദ്യ നോവൽ രണ്ടിടങ്ങഴി, ചെമ്മീൻ, കയർ, തോട്ടിയുടെ മകൻ. അപ്പോൾ ഉത്തരം ഏതാണ്? സിനിമയാക്കപ്പെട്ട തകഴിയുടെ ആദ്യ നോവൽ ഏതാണ്? അത് ചെമ്മീനൊന്നുമല്ല അല്ലെ, ചെമ്മീനല്ല, അത് രണ്ടിടങ്ങഴിയാണ്. അതായത് സിനിമയാക്കപ്പെട്ട തകഴിയുടെ ആദ്യ നോവൽ രണ്ടിടങ്ങഴിയാണ് അല്ലെ. ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ വർഗബോധം വന്ന പുലയരുടെയും പറയരുടെയും കഥയായിരുന്നു രണ്ടിടങ്ങഴി എന്ന നോവൽ. ഇതിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ കൂടി സൂചിപ്പിച്ചു പോകാം. ഓരൻ, ചിരുത, ചാത്തൻ, വെളുത്ത, പുഷ്പവേൽ, ഔസേപ്പ്, ചാക്കോ തുടങ്ങിയിട്ടുള്ളവരാണ് ഈ രണ്ടിടങ്ങഴിയിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. രണ്ടിടങ്ങഴി സിനിമയാക്കിയത് ആരാണ്? ടി സുബ്രഹ്മണ്യമാണ് രണ്ടിടങ്ങഴി സിനിമയാക്കിയത്. നമ്മുടെ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ചിലപ്പോൾ ആ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇതിന് ദേശീയ ചലച്ചിത്ര അവാർഡ്, അതായത് മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് രണ്ടിടങ്ങഴി എന്ന സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഓർക്കുക. ചെമ്മീൻ, നമുക്കറിയാം ചെമ്മീൻ അല്ലെ. ചെമ്മീൻ എന്ന നോവലിന് 1957 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നുണ്ട്. ചെമ്മീൻ എന്ന നോവലാണ് കേട്ടോ. നോവലിന് 1957
കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏണിപ്പടികൾ ഏണിപ്പടികൾ 1965 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഏണിപ്പടികൾക്ക് ലഭിക്കുന്നുണ്ട്. ഏണിപ്പടികൾ ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത്, ഏണിപ്പടികളുടെ പ്രമേയം 1920 മുതൽ 1947 വരെയുള്ള തിരുവിതാംകൂറിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രമാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ഇതിലെ ഏണിപ്പടികളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. കേശവപിള്ള, തങ്കമ്മ, കാർത്യായനി, ഗോപാലൻ നായർ തുടങ്ങിയവരാണ് ഇതിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. മറ്റൊരു നോവൽ നോക്കാം. തലയോട് പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ള നോവലാണ് തലയോട് എന്ന് പറയുന്നത്. കണ്ടർ കണ്ടമർ ഗ്രാമമാണ് ഇതിന്റെ പശ്ചാത്തലം. തലയോട് എന്ന നോവൽ അല്ലെ. പുന്നപ്ര വയലാറിന് ശേഷം തകഴിയുടെ നോവൽ വരുന്നു. പുന്നപ്ര വയലാറിന് മുമ്പും പിമ്പുമായിട്ട് വന്നിട്ടുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലുണ്ടായ പരിവർത്തനങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു നോവലാണത്. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ കണ്ണനും ചിരിതയും ഒക്കെയാണ് പുന്നപ്ര വയലാറിന് ശേഷം അല്ലെ. മറ്റൊരു നോവലാണ് തെണ്ടിവർഗം. തകഴിയുടെ മറ്റൊരു നോവലാണ് തെണ്ടിവർഗം എന്നുള്ളത്. ഒപ്പം തന്നെ കേശു എന്ന യാചക ബാലന്റെ ജീവിതാനുഭവങ്ങളും ആ അനുഭവങ്ങളിലൂടെ തൊഴിലാളി വർഗത്തിലേക്കുള്ള അവന്റെ വളർച്ചയുമൊക്കെയാണ് ഈ ഒരു നോവലിനകത്ത് സൂചിപ്പിക്കുന്നത്. തകഴിയുടെ അപൂർണമായിട്ടുള്ള നോവലാണ് ചോറും കൂറും. തകഴിയുടെ അപൂർണ നോവലാണ് ചോറും കൂറും എന്നുള്ളത്. തകഴിയുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ അവസാന നോവൽ ഒരു എരിഞ്ഞടങ്ങൽ 1990. അവസാനത്തെ നോവൽ ഒരു എരിഞ്ഞടങ്ങൽ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ആ കൃതിയെ വെറും ഒരു പ്രേമകഥയായി കണ്ടാൽ പോരാ. ഒരു വലിയ എഴുത്തുകാരന്റെ അസംസ്കൃതമായ കരുക്കൾ അവിടെ വീണ് കിടക്കുന്നു. എം ഡിയുടെ ഏത് കൃതിയെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ നിരീക്ഷിക്കുന്നത്? എം ഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പരീക്ഷകളിൽ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ചോദ്യം ഒരിക്കൽ കൂടി നോക്കാം. ആ കൃതിയെ വെറും ഒരു പ്രേമകഥയായി കണ്ടാൽ പോരാ. ഒരു വലിയ എഴുത്തുകാരന്റെ അസംസ്കൃതമായ കരുക്കൾ അവിടെ വീണ് കിടക്കുന്നു. എം ഡിയുടെ ഏത് കൃതിയെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ നിരീക്ഷിക്കുന്നത്? മൂടുപടം, നാലുകെട്ട്, പാതിരാവും പകൽ വെളിച്ചവും, അസുരവിത്ത്. അല്ലെ, ഇതിൽ ഏതാണ് ഉത്തരം? ഏത് കൃതിയെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ നിരീക്ഷിക്കുന്നത്? അത് പാതിരാവും പകൽ വെളിച്ചവും എന്ന കൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലെ. പാതിരാവും പകൽ വെളിച്ചവും. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്തതൊരു ചേരുംപടി ചേർക്കുക എന്ന ചോദ്യമാണ്. എന്നൊരു ചോദ്യമാണ്. കഥാപാത്രങ്ങളെ പട്ടിക 1 നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ പട്ടികയിൽ അതുമായി ബന്ധപ്പെട്ട നോവൽ അല്ലെ. ഉണ്ണി, സേതു, ഗോവിന്ദൻകുട്ടി, സുധീർ കുമാർ മിശ്ര. നോവലുകൾ നോക്കാം. കാലം, നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ് അല്ലെ. ഇവയൊക്കെ തന്നെ നമ്മുടെ എം ഡിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നോവലുകളും ഇതിന്റെ കഥാപാത്രങ്ങളുമാണ്. എം ഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യ സാധ്യതകൾ പല നിലയിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ കഥാപാത്രങ്ങളെ നോവലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ണിയും, സേതുവും, ഗോവിന്ദൻകുട്ടിയും, സുധീർ കുമാർ മിശ്രയും ഒക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്ന നോവലുകൾ ഏതാണ് നമ്മൾ പട്ടിക 2 നിന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പുണ്ണി ഏത് നോവലിലെ കഥാപാത്രമാണ്? അപ്പുണ്ണി നാലുകെട്ടിലെ കഥാപാത്രമാണ് അല്ലെ. നാലുകെട്ടിലെ കഥാപാത്രമാണ് അപ്പുണ്ണി. നാലുകെട്ടിലെ കഥാപാത്രമാണ്. അങ്ങനെയെങ്കിൽ സേതു ഏതിലെ കഥാപാത്രമാണ്? കാലം അല്ലെ. കാലം എന്ന നോവലിന്റെ കഥാപാത്രമാണ് സേതു. അങ്ങനെയെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് വേഗം എത്താൻ കഴിയുമല്ലോ. കാരണം A2 B1 വരുന്ന A2 B1 വരുന്ന 2 ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇത് വെട്ടിക്കളയാം. നമുക്ക് ഇത് രണ്ടും വെട്ടിക്കളയാം. A2 B1 വന്നത് ഒരുപോലെ വന്നു. അങ്ങനെയെങ്കിൽ ഒന്നുകൂടി നോക്കാം. ഗോവിന്ദൻകുട്ടി കഥാപാത്രമായിട്ട് വരുന്നത് ഗോവിന്ദൻകുട്ടി അസുരവിത്താണ് അല്ലെ. അസുരവിത്താണ് ഗോവിന്ദൻകുട്ടി കഥാപാത്രമായി വരുന്നത്. യെസ്, നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി അല്ലെ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലെ. C3 എന്നുള്ളതാണ്. സുധീർ കുമാർ മിശ്ര
മഞ്ഞ് അല്ലെ? സുധീർ കുമാർ മിശ്ര മഞ്ഞ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബഷീറിന്റെ ശബ്ദങ്ങൾക്ക് അവതാരിക എഴുതിയത് ആര്? ബഷീറിന്റെ ശബ്ദങ്ങൾക്ക് അവതാരിക എഴുതിയത് ആര്? എം അച്യുതൻ, വിലാസിനി, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, കേസരി ബാലകൃഷ്ണപിള്ള. അപ്പോൾ ബഷീറിന്റെ ശബ്ദങ്ങൾക്ക് അവതാരിക എഴുതിയത് ആരാണ്? ആരാണ്? അത് കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി ബാലകൃഷ്ണപിള്ളയാണ് അല്ലെ? കേസരി ബാലകൃഷ്ണപിള്ളയാണ് ബഷീറിന്റെ ശബ്ദങ്ങൾക്ക് അവതാരിക എഴുതിയിട്ടുള്ളത്. ഈ ശബ്ദങ്ങൾ എന്ന് പറയുന്ന നോവൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. പണ്ടൊരു കാലത്ത് പരസ്യമായി അമ്മയോ അച്ഛനോ ഇല്ലാത്ത ഒരു യുവാവ് ഉണ്ടായിരുന്നു. അയാൾ വളരെ കൊലപാതകം ചെയ്തു. ഇങ്ങനെയാണ് ശബ്ദങ്ങൾ എന്ന് പറയുന്ന നോവൽ ആരംഭിക്കുന്നത്. ശബ്ദങ്ങൾ എന്ന നോവൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. പണ്ടൊരു കാലത്ത് പരസ്യമായി അമ്മയോ അച്ഛനോ ഇല്ലാത്ത ഒരു യുവാവ് ഉണ്ടായിരുന്നു. അയാൾ വളരെ കൊലപാതകം ചെയ്തു എന്ന് ആരംഭിക്കുന്ന ഒരു നോവലാണ് ശബ്ദങ്ങൾ എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ബഷീറിന്റെ ബാല്യകാല സഖി ഒരു ചെറു നോവലും ശബ്ദങ്ങൾ ഒരു ചെറുകഥയുമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ബഷീറിന്റെ ബാല്യകാല സഖി ഒരു ചെറു നോവലും ശബ്ദങ്ങൾ ഒരു ചെറുകഥയുമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അതും കേസരിയാണ്. കേസരിയാണ്. കേസരി ബാലകൃഷ്ണപിള്ളയാണ്. ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയിട്ടുള്ളത് ആരാണെന്ന് അറിയുമോ? ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയിട്ടുള്ളത് എം ബി പോളാണ്. എം ബി പോളാണ് ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയിട്ടുള്ളത്. ബഷീറിന്റെ നോവലുകളെ വിമർശിച്ച് ഉപ്പുപ്പാന്റെ കുയ്യാനകൾ എന്ന കൃതി രചിച്ചത് എം ബി രഘുനാഥൻ നായരാണ്. ബഷീറിന്റെ നോവലുകളെ വിമർശിച്ച് ഉപ്പുപ്പാന്റെ കൊയ്യാനകൾ എന്ന കൃതി രചിച്ചത് എം ബി രഘുനാഥൻ നായരാണ്. എം ബി രഘുനാഥൻ നായരാണ്. ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. നമ്മുടെ പരീക്ഷകളിൽ സ്ഥിരമായി കാണാറുള്ള ഒരു പാറ്റേൺ ആണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ. കാലഗണനയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. കാലഗണനയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അല്ലെ? നോക്കാം. ഇതാരുമായി ബന്ധപ്പെട്ട നോവലുകളാണ്? അറബിപ്പൊന്ന്, അസുരവിത്ത്, മഞ്ഞ്, കാലം, വിലാപയാത്ര അല്ലെ? ഇത് എം ഡിയുടെ നോവലുകളാണ് അല്ലെ? എം ഡിയുടെ നോവലുകളാണ്. എം ഡിയുമായി നമ്മൾ കുറച്ചധികം ചോദ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കാം. അറബിപ്പൊന്ന്, അസുരവിത്ത്, മഞ്ഞ്, കാലം, വിലാപയാത്ര തുടങ്ങിയിട്ടുള്ള നോവലുകൾ ആ ഒരു ക്രമത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എയും ബിയും സിയും ഡിയും ഒക്കെ വരുന്നുണ്ട്. നമുക്കിതിന്റെ വർഷങ്ങളൊന്ന് പരിശോധിച്ചു പോകാം. അറബിപ്പൊന്ന് അത് അറബിപ്പൊന്ന് എൻ ബി മുഹമ്മദിനൊപ്പം എം ഡി എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. അതിന്റെ വർഷം എന്ന് പറയുന്നത് 1960. 1960 ഇതിന്റെ വർഷം എന്ന് പറയുന്നത്. 1960. അസുരവിത്ത് ആണെങ്കിലോ 62 അസുരവിത്ത്. ഇനി മഞ്ഞാണ് അല്ലെ? മഞ്ഞ് ഏത് വർഷമാണ്? 64 മഞ്ഞ് വരുന്നത്. മഞ്ഞ് 1964. കാലം 69. 69 കാലം. അപ്പോൾ ഈ ഒരു ക്രമം കറക്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലെ? 60, 62, 64, 69. അടുത്തത് വിലാപയാത്രയാണ്. വിലാപയാത്ര 1978 വരുന്നത്. യെസ്. അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. നമ്മൾ ഓപ്ഷൻ എ ആണ് അല്ലെ? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അതിന്റെ വർഷം നോക്കൂ, കറക്റ്റ് ആണ് അല്ലെ? 60, 62, 64, 69, 78. അപ്പോൾ അറബിപ്പൊന്ന്, അസുരവിത്ത്, മഞ്ഞ്, കാലം, വിലാപയാത്ര ആ നിലയിൽ നമ്മൾ അതിന്റെ വർഷങ്ങൾ കൂടി ഓർത്തു വെക്കുക. ഒപ്പം തന്നെ എം ഡിയുടെ മറ്റു ചില നോവലുകൾ കൂടി സൂചിപ്പിച്ചു പോകാം. പാതിരാവും പകൽ വെളിച്ചവും 1957 വന്ന നോവലാണ്. നാലുകെട്ട് അത് 58 നാലുകെട്ട് 58 വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന മറ്റൊരു നോവലാണ് രണ്ടാം ഊഴം. 1984 രണ്ടാം ഊഴം വരുന്നത്. 1984 അല്ലെ? 84 രണ്ടാം ഊഴം. 84 അവസാനം വരുന്നത് വാരണാസിയാണ്. വാരണാസി എന്ന് പറയുന്ന നോവൽ 2002 2002 വാരണാസി എന്ന നോവൽ. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു പോകുന്നു. എം ഡിയുടെ കാലം, നാലുകെട്ട് എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഗീതാ കൃഷ്ണൻകുട്ടിയാണ്. എം ഡിയുടെ കാലം, നാലുകെട്ട് അല്ലെ? കാലവും നാലുകെട്ടും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഗീതാ കൃഷ്ണൻകുട്ടിയാണ്.
വാരണാസി വാരാണസി അതായത് വാരണാസി എന്നൊക്കെ പറയും അല്ലെ. വാരാണസി എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് എൻ ഗോപാലകൃഷ്ണനാണ്. വാരാണസി എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? എൻ ഗോപാലകൃഷ്ണനാണ്. എൻ ഗോപാലകൃഷ്ണനാണ്. അടുത്ത ചോദ്യം, ഇത് സാഹിത്യമാണെങ്കിൽ ഭരണിപ്പാട്ട് ഭഗവത്ഗീതയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശബ്ദങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആര്? ഇത് സാഹിത്യമാണെങ്കിൽ ഭരണിപ്പാട്ട് ഭഗവത്ഗീതയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശബ്ദങ്ങളെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? സുകുമാർ അഴീക്കോട്, എ ബി രഘുനാഥൻ നായർ, എസ് ഗുപ്തൻ നായർ, എം അച്യുതൻ. ഇതിലാരാണ് ഇത്തരത്തിലൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്? ആരാണ് അത്? എസ് ഗുപ്തൻ നായരാണ്. എസ് ഗുപ്തൻ നായരാണ് ശബ്ദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. അടുത്ത ചോദ്യം, എം രാഘവൻ രചിച്ച നങ്കീസ് എന്ന നോവലിൽ ആവിഷ്കൃതമാകുന്നത് എന്താണ്? അതിൽ ആവിഷ്കരിച്ചത് എന്താണ് അല്ലെ? എം രാഘവൻ രചിച്ച നങ്കീസ് എന്ന നോവലിൽ ആവിഷ്കൃതമാകുന്നത് തിജടകളുടെ ജീവിതം, മയ്യഴിയുടെ സങ്കര സംസ്കാരം, കേരളത്തിലെ പോർച്ചുഗീസ് ആധിപത്യം, കപ്പിത്താൻ കടൽ യാത്രാനുഭവം. അപ്പോൾ എം രാഘവൻ രചിച്ച നങ്കീസ് എന്ന നോവലിൽ ആവിഷ്കൃതമാകുന്നത് എന്താണ്? അത് മയ്യഴിയുടെ സങ്കര സംസ്കാരമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. മയ്യഴിയുടെ സങ്കര സംസ്കാരമാണ് എം രാഘവൻ രചിച്ചിട്ടുള്ള നങ്കീസ് എന്ന നോവലിൽ ആവിഷ്കൃതമാകുന്നത്. അടുത്ത ചോദ്യം, രാധാകൃഷ്ണന്റെ പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും എന്ന നോവലിന്റെ പ്രമേയം എന്താണ്? രാധാകൃഷ്ണന്റെ പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും എന്ന നോവലിന്റെ പ്രമേയം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, രാഷ്ട്രീയ രംഗത്തെ അഴിമതികൾ, ആദിവാസികളുടെ ജീവിതം, ശാസ്ത്ര ഗവേഷണ രംഗത്തെ കെടുകാര്യസ്ഥത. ഏതാണ് ശരിയായ ഉത്തരം? രാധാകൃഷ്ണന്റെ പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും എന്ന നോവലിന്റെ പ്രമേയം എന്നത് ശാസ്ത്ര ഗവേഷണ രംഗത്തെ കെടുകാര്യസ്ഥതയാണ് ഇതിന്റെ പ്രമേയമായിട്ട് വരുന്നത്. ശാസ്ത്ര ഗവേഷണ രംഗത്തെ കെടുകാര്യസ്ഥതയാണ് ഈ ഒരു നോവലിന്റെ പ്രമേയമായി വരുന്നത്. അടുത്തൊരു ചോദ്യം നോക്കാം. ഉണ്ണീരി മുത്തപ്പൻ ചന്തയ്ക്ക് പോയി, 7:30 വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് കുറിയിട്ട് കുടുമയിൽ തെച്ചു ചൂടി ഉണ്ണീരി മുത്തപ്പൻ പുറപ്പെടാൻ ഒരുങ്ങി. അല്ലെ, ഒരു നോവലിന്റെ ഒരു ഭാഗം തന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് ഇത് ഏത് നോവലാണ് അല്ലെ. ഇങ്ങനെ ആരംഭിക്കുന്ന മലയാള നോവൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. തട്ടകം, ഉഷ്ണരാശി, ശകുനം, തോറ്റങ്ങൾ എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ഇതിന്റെ ശരിയായ ഉത്തരം ഏതാണ്? ഉണ്ണീരി മുത്തപ്പൻ ചന്തയ്ക്ക് പോയി, 7:30 വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് കുറിയിട്ട് കുടുംബയിൽ തെച്ചു ചൂടി ഉണ്ണീരി മുത്തപ്പൻ പുറപ്പെടാൻ ഒരുങ്ങി എന്നാരംഭിക്കുന്ന നോവൽ അത് കോവിലന്റെ തട്ടകം എന്ന നോവലാണ് അല്ലെ. തട്ടകം ഓപ്ഷൻ എ. കോവിലന്റെ തട്ടകം എന്ന നോവലാണ് അല്ലെ. തട്ടകം എന്ന നോവലാണ് ഇങ്ങനെ ആരംഭിക്കുന്നത്. നിരമിത്രൻ, വിശാഖ എന്നീ കഥാപാത്രങ്ങൾ ഏത് നോവലിലേതാണ്? നിരമിത്രൻ, വിശാഖ എന്നീ കഥാപാത്രങ്ങൾ അല്ലെ. കഥാപാത്രങ്ങളെ തന്നിട്ട് ഏത് നോവലാണെന്ന് തിരിച്ചറിയുവാനുള്ള ചോദ്യമാണ്. നിരമിത്രൻ, വിശാഖ എന്നീ കഥാപാത്രങ്ങൾ ഏത് നോവലിലേതാണ്? മരണവംശം, തപോമയിയുടെ അച്ഛൻ, കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ, ആത്രേയകം. ഏതാണ് ശരിയായ ഉത്തരം? നിരമിത്രൻ, വിശാഖ എന്നീ കഥാപാത്രങ്ങൾ ഏത് നോവലിലേതാണ്? അത് ആത്രേയകം എന്ന നോവലിലേതാണ് അല്ലെ. ആത്രേയകം ആരുടേതാണ്? ആത്രേയകം ആർ രാജശ്രീയുടെ നോവലാണ് ആത്രേയകം. ഒപ്പം തന്നെ നമുക്കറിയാം കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ അല്ലെ, അതും ആർ രാജശ്രീയുടെ നോവലാണ്. മരണവംശം ആരുടെ നോവലാണ്? പി വി ഷാജികുമാറിന്റെ നോവലാണ് മരണവംശം ആരുടെ നോവലാണ്? പി വി ഷാജികുമാറിന്റെ നോവലാണ്. അങ്ങനെയെങ്കിൽ തപോമയിയുടെ അച്ഛൻ ആരുടെ നോവലാണ്? തപോമയിയുടെ അച്ഛൻ ഈ സന്തോഷ് കുമാറിന്റെ നോവലാണ് തപോമയിയുടെ അച്ഛൻ ആരുടെ നോവലാണ്? ഈ സന്തോഷ് കുമാറിന്റെ നോവലാണ്. അങ്ങനെയെങ്കിൽ ഖുർബാൻ എന്ന നോവൽ രചിച്ചത് ആരാണെന്ന് അറിയുന്നു? ഖുർബാൻ എന്ന നോവൽ
ഹരിതാ സാവിത്രിയുടേതാണ്. ഹരിതാ സാവിത്രിയുടേതാണ് കുർബാൻ എന്ന നോവൽ. മറ്റൊരു നോവൽ നോക്കാം. കടൽ മയൂരം. കടൽ മയൂരം ആരുടേതാണ്? മാധവിക്കുട്ടിയുടെ നോവലാണ്. ഇനി ഇത്തരത്തിൽ വന്നിട്ടുള്ള കുറച്ച് നോവൽ കൂടി നമ്മൾ പരിചയപ്പെട്ടു പോകുന്നുണ്ട്. കടൽ മയൂരം മാധവിക്കുട്ടിയുടെ നോവലാണ്. അങ്ങനെയെങ്കിൽ COVID-19 പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട വൈറസ് എന്ന നോവൽ രചിച്ചത് ആരാണ്? ഐശ്വര്യ കമല. COVID-19 പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള വൈറസ് അല്ലെ, വൈറസ് എന്ന നോവൽ രചിച്ചത് ആരാണ്? ഐശ്വര്യ കമലയാണ്. ഐശ്വര്യ കമലയാണ്. കോവിഡ് 19 എന്ന നോവൽ രചിച്ചത് റീജ ജോസ്. അപ്പോൾ COVID-19 പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട വൈറസ് എന്ന നോവൽ രചിച്ചത് ഐശ്വര്യ കമലയാണെങ്കിൽ COVID-19 എന്ന നോവൽ, COVID-19 എന്ന നോവൽ രചിച്ചത് റീജ ജോസ് ആണ്. റീജ ജോസ് ആണ് അല്ലെ. നമ്മളിവിടെ സൂചിപ്പിച്ച രാജശ്രീയുടെ നോവലായിട്ടുള്ള കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിനെ ദ സ്റ്റോറി ഓഫ് ടു വിമൻ നെയ്മഡ് കല്യാണി ആൻഡ് ദാക്ഷായണി എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ആരാണ്? വിവർത്തനം ചെയ്തത് ജയദേവികയാണ്. ജയദേവികയാണ് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിന് ദ സ്റ്റോറി അല്ല കേട്ടോ, ദ സ്റ്റോറി ഓഫ് ടു വിമൻ നെയ്മഡ് കല്യാണി ആൻഡ് ദാക്ഷായണി എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ആരാണ്? ജയദേവികയാണ്. ഊരാളിമാരുടെ ജീവിതം ആവിഷ്കരിക്കുന്ന കൊളുക്കൻ എന്ന നോവൽ എഴുതിയിട്ടുള്ളത് പുഷ്പമ്മയാണ്. ഊരാളിമാരുടെ ജീവിതം ആവിഷ്കരിക്കുന്ന കൊളുക്കൻ എന്ന നോവൽ എഴുതിയിട്ടുള്ളത് പുഷ്പമ്മയാണ്. പുഷ്പമ്മയാണ്. മറ്റൊരു പോയിന്റ് കൂടി നോക്കാം. വല്ലി എന്ന നോവൽ രചിച്ചത് ഷീല ടോമിയാണ്. വല്ലി എന്ന നോവൽ രചിച്ചത് ഷീല ടോമിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഗദ്യം എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ 3 ക്ലാസ്സുകൾ ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചിരുന്നു. അതിൽ നോവലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരമാവധി ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുവാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും സെറ്റാക്കാൻ മാ4 മലയാളം ഭാഷാ പഠന കേന്ദ്രം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രദ്ധിക്കുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നിവ കൂടി കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, സെറ്റ് മലയാളം യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്ലേലിസ്റ്റിലെ സെറ്റ് മലയാളം എന്ന ഭാഗം നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. കൂടാതെ HSA HST മലയാളം ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സുകൾ കൂടി നിങ്ങൾ കാണുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം മലയാളം മത്സര പരീക്ഷകൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യ സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ബാക്കി വീഡിയോകൾ കൂടി, ബാക്കി ക്ലാസ്സുകൾ കൂടി നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി മാ4 മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ നന്ദി.